ഡീസൽ. കഴിയുള്ളായിരുന്നോ? ഞാൻ പിന്നെ വരുന്ന പ്രതീക്ഷ. ഓക്കെ. ഇതിന് സീറ്റിലേക്ക് ഇത് തിരിച്ചു കഴിഞ്ഞാൽ താഴുമോ അതോ സപ്പോർട്ടേ ഉള്ളോ? ബാക്കിലോട്ടുള്ള റീച്ചോ? ബാക്കിലോട്ട് ഈ സൈഡിൽ. ഓക്കെ, റൊട്ടേഷൻ അല്ലേ? അതായത് ഈ സംഭവം ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ, നോർമലി ചരിച്ചു കഴിഞ്ഞാൽ സീറ്റ് ചരിയുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഇതുണ്ട്, ഹെഡ് റെസ്റ്റ് പോകുന്നില്ല. രണ്ട് സൈഡിലും അങ്ങനെ? രണ്ട് സൈഡും അങ്ങനെയാണ്. ആ സൈഡ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. വേറെ എ സി ആണ്. എ സി. ഓക്കെ. ഇത് ജസ്റ്റ് ഗിയർ നോബ്, ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് ആകുമ്പോൾ ഇച്ചിരി പഴമയുണ്ട്. ഫോഴ്സ് ഉപയോഗിക്കണം. ഓക്കെ. വൈപ്പർ എങ്ങനെയാണ്? വൈപ്പർ ഇത് തന്നെ. ഇത് നെക്ക് എൻ്റെ താഴെ ഒരു പ്രത്യേക സ്വിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ഓണാക്കി വെച്ചിരിക്കുന്നത് വൈപ്പർ ഇത്രേ ഉള്ളൂ. ഒരു വൈപ്പറേ ഉള്ളൂ വണ്ടിക്ക്. സിംഗിൾ. അതൊരു പ്രത്യേകതയാണ്. ഈ രണ്ട് മിററ് ശ്രദ്ധിച്ചാൽ അറിയാം. അത് രണ്ടും അല്ലേ? രണ്ടും വ്യത്യാസം ഈ ഒരു വണ്ടിക്ക് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഓക്കെ. ഹാൻഡ് ബ്രേക്ക് ഇപ്പം എൻഗേജ്ഡ് അല്ലേ? ഹാൻഡ് ബ്രേക്ക് ചവിട്ടി വെച്ചിരിക്കുക. അപ്പോൾ റിലീസ് ചെയ്യാൻ അവിടെ ഇത് വലിച്ചാൽ മതി. ഓക്കെ. ഇനി എൻജിൻ ബേ നമുക്ക് തുറന്നു കാണിക്കാം. അത് വലിക്കുമല്ലേ? ഈ സൈഡിലാണ്. ഓക്കെ. ഡാഷ് ബോർഡ് ഉണ്ടോ ഇവിടെ? ഗ്ലൗ ബോക്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് എയർ ബാഗാണ്. ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്. ഇത് ആകെ സാധനം വെക്കാനുള്ള സംഭവം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് വെള്ളമൊന്നും ആരും പൈസ കൊടുത്ത് മേടിക്കുന്ന സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. വെള്ളം വെക്കാനൊന്നും സ്ഥലമില്ല. ബാക്കി 4 പവർ വിൻഡോസ് ഒക്കെ ഉണ്ടല്ലേ? അതെ, പവർ വിൻഡോസ് ഉണ്ട്. ABS ഉണ്ട്. 96. ഓക്കെ. ഇത് സംഭവം എന്താണ്? അതൊരു വൈസറാണ്. എൻ്റെ ഈ ഇവിടെ ഒരു വൈസർ ചെറുത് വരുന്നത്. ഒരു വൈസർ. ലൈറ്റ്സ് മറ്റേ ഓട്ടോഡമിങ് അല്ല, മറ്റേ ഫ്ലിപ്പ് ചെയ്ത് മാറ്റുന്ന രീതിയിലുള്ള. ബോണറ്റ് ഒന്ന് തുറക്കാൻ ഹെൽപ്പ് ചെയ്യും. ആ സാധനം ലൈക്ക് നമ്മൾ അവിടെ വലിക്കുമ്പോൾ അത് കൊണ്ടുപോകും. വെറുതെ ക്ലോസ് ചെയ്താൽ പോരെ.
ഒരു ലോഡ് വെള്ളമായി ഓൾറെഡി. എൻ്റെ അമ്മജി മൂത്തിടണം അല്ലേ? മൂത്തിടാം. കുറച്ചുകൂടെ നോക്കണ്ടേ? അതെന്റെ ബാഗ്. എവിടാ? എവിടെ? ആണോ? ബൈപ്പാസിലാ. ബെൽറ്റൊക്കെ 2 ഇട്ടോ. എന്നെ പ്രത്യേകം ഇഷ്ടമാണ്. ഇൻഡിക്കേറ്റർ അത് തന്നെ താഴോട്ട് മുകളിലോട്ടും ലെഫ്റ്റ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തോ? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തോ? ശരി. സീറ്റ് ഫ്രണ്ടിലോട്ടാണോ? ഇല്ല, സീറ്റ് ഫ്രണ്ടിലോട്ടിട്ടാ ആംഗിൾ കറക്റ്റ് ആവത്തില്ല. പാട്ടങ്ങ് ഓക്കെ ആവും. ഓക്കെ. ഇത് 5 സ്പീഡാണോ 6 സ്പീഡാണോ? 5 ഇങ്ങോട്ട് തന്നെ അല്ലേ? സ്ലോ ചെയ്യേണ്ടി വരും എന്തായാലും. മഴയും പെയ്ത് നനയുകയും ചെയ്തു. അവിടെ വന്നപ്പോൾ ഞാൻ ചുമ്മാ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. ഹോൺ അല്ല, ഹോൺ കേൾക്കുന്നു. ഫസ്റ്റ് അല്ല അത് തേർഡാണ്. ഞാൻ ഇതെല്ലാം പഠിച്ചു വെച്ച് അതെ. അതിൻ്റെ ഇടയ്ക്ക് അന്ന് അയാൾ പറഞ്ഞെന്തോന്നറിയോ, ചെറിയ ലെതർ പീസ് വരുമെന്നാ പറഞ്ഞത്. അത് മാറണം. പക്ഷേ മെർക്ക് മോട്ടോഴ്സ് ഉറപ്പാണ്. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എവിടെയാ? സർവീസ് പിന്നെ ഇപ്പൊ ട്രിവാൻഡ്രത്താണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം മെർക്ക് മോട്ടോഴ്സിലോട്ട് മാറ്റുന്നു. ഇപ്പം ഉടനെ തന്നെ പോകണമെന്ന് വിചാരിച്ചിരിക്കും. 1-2 പണികളൊക്കെ ഉണ്ട്. മെർക്ക്
ഡീസൽ എഞ്ചിൻ, ഡീസൽ 5 സിലിണ്ടർ. 126 PS. അതെ, Inline 5. ഡീസൽ. ഇതിപ്പോ എത്ര ഓടിയെന്നറിയാ? കിലോമീറ്ററോ? 1,30,000. പിന്നെ റിയൽ വീൽ ഡ്രൈവ് ആണ്. 96 ആണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും. ABS ഉള്ള എയർ ബാഗ് ഉള്ള സംഭവമാണ് അന്നത്തെ കാലത്ത്. അത്യാവശ്യം പവറൊക്കെ ഇല്ലേ ഓടിച്ചിട്ടൊക്കെ? ലാഗുണ്ട് പുതിയ വണ്ടിയുടെ ഒരു കിട്ടത്തില്ല. RPM പുഷ് ചെയ്യുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. അവർക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല. RPM കണക്ഷൻ മാറി കിടക്കുമോ? ഞാൻ പിന്നെ ഓയിലിന്റെ ഗേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കും. അനലോഗ് അല്ല. ഫ്യൂൽ ടാങ്ക് എവിടെ? ലെഫ്റ്റോ റൈറ്റോ? ജർമ്മൻ അല്ലേ? ആണാണ്. അതൊക്കെ ഇത്രയും നാളായിട്ടും കംഫോർട്ടിന് കുറവൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ഇച്ചിരി ടൈറ്റ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് ബാക്കിയെല്ലാം തട്ടുമ്പോൾ സ്ലോട്ടിലോട്ടങ്ങ് വീഴും. ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നും വേണ്ട, പതുക്കെ ഞെക്കി കൊടുത്താൽ മതി. അവിടെ അൺലോക്ക് ചെയ്യണം. ഒന്നും വേണ്ട, പറഞ്ഞു വിടണം. ഡീസൽ 500 ഡീസൽ.
സി ലോയറാണ്. വിളിച്ചു നോക്കായിരിക്കും. ചായ പിടിക്കാൻ വരാൻ പറ. നമ്മുടെ വണ്ടി ഉണ്ടോണ്ട് ഫോൺ അടിച്ചാണോ അതോ സൈഡിൽ വേണ്ടി ഫോൺ അടിച്ചാണോ അറിയാന്നോ? അത് ഞാൻ വെച്ചാൽ നമ്മൾ കയറ്റി വെച്ചതിനാണോ കൊണ്ടടിച്ചതിനായിരിക്കും.